ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിനോട് കല്യാണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ എടുത്ത വായിക്ക് പറയുന്നുണ്ട്, കോടതിക്ക് മുമ്പിൽ അത് മക്കളുടെ മുഖം അച്ഛന്മാർ ഇന്ന ദിവസമാണ് കണ്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റൂ, എല്ലാ ദിവസവും കാണുന്ന മുഖമല്ലേ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അല്ല അങ്ങനെയല്ല, നിങ്ങൾ രണ്ടാമത്തെ മകളുടെ മുഖം ശരിക്കും കണ്ടിട്ടില്ല. കാണാനെന്നറിയാവോ, നിങ്ങൾക്ക് രണ്ടാമത്തെ മകളെ ഇഷ്ടമല്ലായിരുന്നു. എല്ലാ മാതാപിതാക്കളും മക്കളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ഒരുമിച്ചിട്ടാണ് സ്കൂളിൽ ചേർക്കാൻ പോവുക. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല യുവർ ഓണർ. എൻ്റെ അമ്മയാണ് എന്നെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്തത്. അപ്പോഴും അമ്മേനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് പ്രകാശൻ എന്ന് പറഞ്ഞ പേര് കൊടുക്കരുത് എന്നുള്ള കാര്യം. അങ്ങനെ അച്ഛൻ്റെ പേര് എനിക്ക് ഒരുപാട് നാളുണ്ടായിരുന്നില്ല യുവർ ഓണർ. അച്ഛൻ്റെ പേര് പറയാൻ പോലും എന്നെ കൊണ്ട് സമ്മതിപ്പിക്കില്ലായിരുന്നു എന്നൊക്കെ പ്രകാശനെ കുറിച്ച് പറയുവാണ്. അതിനുശേഷം പ്രകാശിനോട് ചോദിക്കേണ്ടത്, അല്ല, നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങളുടെ മൂത്ത മകളുടെ കൂടെ ആയിരുന്നല്ലോ, മൂത്ത മകളുടെയും ഭർത്താവിൻ്റെ കൂടെ, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അവരിറങ്ങിപ്പോയതാണോ അത് അവരെ നിങ്ങൾ ആട്ടി അയച്ചതാണോ എന്ന് പറയുമ്പോൾ പ്രകാശനൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, അവരെ ആട്ടി അയച്ചതാണ് അല്ലേ, നിങ്ങളുടെ കയ്യിലിരിപ്പോൾ മോശമായതുകൊണ്ട് ആട്ടെ, അതൊക്കെ പോട്ട് നിങ്ങളുടെ ഭാര്യ ഇപ്പം എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ യുവർ ഓണർ, അവൾ സുഖം തേടിപ്പോയി. ഈ രണ്ടാമത്തെ പെൺകുട്ടിനെ കല്യാണം കഴിച്ചത് ധനികനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വീട്ടിൽ സൗകര്യമുള്ളതുകൊണ്ട് അവൾ അവരുടെ കൂടെ പോയി എന്ന് പറയുവാണ്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഇല്ല യുവർ ഓണർ, എൻ്റെ അമ്മേനെ ഇയാൾ ഇതിനു മുമ്പ് ആട്ടിപ്പായച്ചതാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ന് പറയുവാണ്. അതിനുശേഷം കല്യാണിയെടുത്ത് പ്രകാശിൻ്റെ വക്കീൽ പറയുന്നുണ്ട്, യുവർ ഓണർ, ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഈ പെൺകുട്ടി പറഞ്ഞതെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അങ്ങനെയല്ല യുവർ ഓണർ, ഞാൻ കുറ്റക്കാരിയല്ല, ഞാൻ വിക്രത്തിനെ തല്ലാനുള്ള ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ തെളിയിക്കുന്നത് എന്ന് കല്യാണി പറയുവാട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, ഇനി എനിക്ക് അടുത്തതായിട്ട് ഒരാളെ വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് യുവർ ഓണർ. ശരി, ആയിക്കോളൂ എന്ന് കോടതി പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി വിളിക്കുന്നത് സോണീനെയാണ്. അങ്ങനെ സോണിയെടുത്ത് കല്യാണി ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന വിക്രം നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോൾ സോണി പറയുന്നുണ്ട്, ഈ പറയുന്ന വിക്രം എൻ്റെ ആദ്യത്തെ ഭർത്താവായിരുന്നു യുവർ ഓണർ എന്ന് പറയാണ്. അയാൾ എന്നെ ചതിയിലൂടെയാണ് കല്യാണം കഴിച്ചത്. അയാൾ ഒരുപാട് കള്ളം പറഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. അയാളുടെ ചിത്രകാരനാണെന്നും അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെൺകുട്ടികളെ പൊതുവെ ഇഷ്ടമല്ലാത്ത ഒരു അച്ഛൻ്റെ മകനായതുകൊണ്ട് തന്നെ അവനും പെൺകുട്ടികളോട് ഇഷ്ടമല്ലായിരുന്നു. എന്നെ ഗർഭിണിയാക്കിയിട്ടാണ്, ചതിയിലൂടെ ഗർഭിണിയാക്കിയിട്ടാണ് ഇയാൾ കല്യാണം കഴിച്ചത്. ഗർഭിണിയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കുണ്ടാകാൻ പോകുന്ന എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് യുവർ ഓണർ ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതെങ്കിൽ ഇയാളും ഇയാളുടെ അച്ഛനും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി വേണമെങ്കിൽ എന്നെ വരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചാനെ. അതുകൊണ്ട് ആ പെൺകുട്ടി ജനിച്ചപ്പോഴാണ് ഇവരറിഞ്ഞത് അതൊരു പെൺകുട്ടിയാണ് എന്നുള്ള സത്യം. അതുപോരാതെ എൻ്റെ മകളുടെ അച്ഛൻ ഈ വിക്രമെല്ലാം നിന്ന് നാട്ടുകാർത്തൊക്കെ പറഞ്ഞു നടക്കലായിരുന്നു ഇവരുടെ പണി. അങ്ങനെ ക്രൂരതകൾ കൂടിയപ്പോഴേക്കും ഞാൻ അവരെ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് പറയുവാണ്. അതിനുശേഷം ആണ് ഞാൻ ആൽബർട്ട് എന്ന് പറഞ്ഞൊരാളെ വിവാഹം കഴിച്ചത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരുപാട് ആലോചനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ആൽബർട്ടിനെ വിവാഹം കഴിച്ചത്. അതിനു മുമ്പ് എനിക്ക് ഒരുപാട് ആലോചന വന്നു. ആ ആലോചനകളൊക്കെ മുടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകാശിൻ്റെ മകനായ വിക്രവും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു ചെറുപ്പക്കാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാനൊരു കൊള്ളിയാത്ത പെണ്ണാണ്, എനിക്ക് ഒരുപാട് ആമ്പിളരായിട്ട് അടുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോള് പോലും അച്ഛനില്ലാത്ത ഒരു കുഞ്ഞാണ് എന്ന് വരെ ഈ വിക്രവും ഇവൻ്റെ അച്ഛനും പറഞ്ഞു നടന്നു. അങ്ങനെ ആ കല്യാണം മുടങ്ങി. അതിനുശേഷമാണ് ആൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴും ഇവർ വെറുതെ ഇരുന്നില്ല യുവർ ഓണർ. അവർ ആൽബർട്ടിൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ ഒരു മോശപ്പെട്ട പെണ്ണാണ്, എൻ്റെ കുഞ്ഞ് വേറെ പല ആണുങ്ങളുടെയും കുട്ടിയാണ്, എനിക്ക് അച്ഛനാണെന്ന് ആരാന്നറിയാത്തൊരു കുട്ടിയുടെ അമ്മയാണ് ഞാൻ, അത് മാത്രമല്ല ഞാൻ വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, അങ്ങനെ ലോകത്തെ മോശപ്പെട്ട സ്ത്രീ എന്നെ ആക്കുമായിരുന്നു ഇവരെല്ലാവരും കൂടിയിട്ട് എന്ന് പറയുകയാണ്. പക്ഷേ എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ആൽബർട്ടും ആ ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയൊക്കെ. അതുകൊണ്ട് എന്നായിട്ടുള്ള വിവാഹബന്ധം അവർ വേണ്ടെന്ന് വെച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം മുമ്പായിരുന്നു ഞങ്ങളുടെ കല്യാണം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇന്നലെ 2 ദിവസം മുമ്പാണ് ഞാനും എൻ്റെ ഭർത്താവും കിടന്നുറങ്ങുന്ന സമയത്ത് 3 ചെറുപ്പക്കാർ വന്നിട്ട് മോഷണത്തിന് വേണ്ടി ശ്രമിച്ചതെന്ന് പറയണം. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, അന്ന് എന്താണ് നടന്നത് വിശദമായിട്ട് പറയാവോ എന്ന് പറയുമ്പോൾ നമ്മുടെ കോടതി ചോദിക്കട്ടെ, അതേ വിശദമായിട്ട് പറയുമെന്ന് പറയുമ്പോൾ സോണി പറയുന്നുണ്ട്, അന്ന് ഞാനും എൻ്റെ ഭർത്താവും കിടന്നുറങ്ങുമായിരുന്നു. എൻ്റെ മോളെയും കൊണ്ടിട്ട് ആൽബർട്ടിൻ്റെ അമ്മയും അച്ഛനും കൂടി ഒരു ബന്ധു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് 3 ചെറുപ്പക്കാരെ വീട്ടിൽ വന്ന് മോഷണ ശ്രമം നടത്തുന്ന സമയത്ത് ഞാൻ അവരെ എതിർത്തു. ആ സമയത്ത് 2 പേരും ഓടിപ്പോയി. അതിലൊരാളുടെ കയ്യിൽ വലിയൊരു ആയുധം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് എൻ്റെ ആൽബർട്ടിൻ്റെ തലക്ക് അയാൾ അടിക്കുമായിരുന്നു യുവർ ഓണർ എന്ന് പറയുവാണ്.
അതിനുശേഷം സോണി പറയുന്നുണ്ട് ആ മുഖംമൂടി വെച്ച് വന്ന ഒരാൾ വിക്രത്തിൻ്റെ അതേ ശരീരഘടനയാണോ ഉള്ളത്, വിക്രത്തിനെ പോലെ തന്നെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ ശരീരഘടനയും ഭാരമൊക്കെ വെച്ചിട്ട് ഒരാളെ അങ്ങനെ പ്രതിയാക്കാമോ യുവർ ഓണർ എന്ന് പറയുമ്പോൾ ആ ജഡ്ജി പറയുന്നുണ്ട് നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊരു സമയം എന്താ അറിയാം, അപ്പം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറയുവാണ്. സോറി യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സോണി പറയുമ്പോഴേക്കും പ്രകാശൻ വിക്രത്തോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത് കേൾക്കുന്നത്, സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യമൊന്നുമല്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട് ശരി യുവർ ഓണർ, ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സോണി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കക്ഷിയെ വിളിച്ചതെന്ന് പറയുവാണ്. അങ്ങനെ സോണിക്ക് പോകാമെന്ന് പറയുമ്പോൾ സോണി പോകുവാണ്. അതിനുശേഷം നമ്മുടെ കല്യാണി പറയുന്നുണ്ട് യുവർ ഓണർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6 മാസത്തിന് മുമ്പ് ഇവിടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുവാട്ടോ. ഇതുപോലൊരു സംഭവം ഇതിന് 6 മാസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. എന്തിന് പറയുന്നു യുവർ ഓണർ, 2 മാസം മുമ്പ് ഒരു സംഭവം ഇവിടെ കോടതി മുമ്പാകെ നടന്നിട്ടുണ്ടായിരുന്നു. യുവർ ഓണറിനൊക്കെ ഒരു ഓർമ്മയുണ്ടാവുമായിരിക്കും. വിക്രം എന്ന് പറഞ്ഞ ഈ ഒരു ആളെ മാലമോഷണത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ വിക്രത്തിൻ്റെ വക്കീൽ പറഞ്ഞ അതേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിക്രം നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അത് വിക്രത്തിനെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട് അതങ്ങനെയല്ല യുവർ ഓണർ നടന്നത്. വിക്രം മാല മോഷ്ടിക്കുകയായിരുന്നു ഒരു പാവപ്പെട്ട അമ്മയുടെ, എന്നിട്ട് അവരെ തള്ളിയിടുമായിരുന്നു. അന്ന് സാക്ഷി ഞാനായിരുന്നു. വിക്രത്തിനെ തള്ളി പരിക്കേൽപ്പിച്ച് വിക്രത്തിനെ ജയിലിലാക്കണമെന്ന് ഞാനാണ് മുൻകൈ എടുത്തിട്ട് ജയിലിലാക്കാൻ വേണ്ടി വന്നത്. അന്ന് ആ പെൺകുട്ടി അതുപോലെ തന്നെ അവളുടെ അമ്മയും സാക്ഷി പറഞ്ഞുകൊണ്ടാണ് വിക്രത്തെ വെറുതെ വിട്ടത്. ആ പെൺകുട്ടി അങ്ങനെ വിക്രത്തിന് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ ഒരു കാരണമുണ്ട് യുവർ ഓണർ എന്ന് പറയാണ്. അതെന്താ കാരണം എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട് അതിനു വേണ്ടി ഞാനൊരു സാക്ഷിയെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്, 2 സാക്ഷികളെ കൊണ്ടുവരുവാണ്. ശരിയെന്ന് പറയുമ്പോൾ നമ്മുടെ ശരണ്യനെയും ശരണ്യയുടെ ഭർത്താവ് മനോജിനെയും വിളിക്കുവാണ്. അങ്ങനെ ശരണ്യ വീൽ ചെയറിലുള്ള തൻ്റെ ഭർത്താവിനെയും കൊണ്ട് വരുവാട്ടോ. മനോജിന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. മനോജ് ആകെ തളർന്നിരിപ്പാണ്, പക്ഷെ ബോധമുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ മനോജിനെ കൊണ്ട് നമ്മുടെ ശരണ്യ വരണത് കാണുമ്പോൾ വിക്രവും പ്രകാശിനും അവിടെ ഇരിക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. കിരണിനും അതുപോലെ തന്നെ സോണിക്കും അതുപോലെ തന്നെ കാദംബരിക്കും രതീഷിനൊക്കെ ആകെ വിഷമമാണ് കേട്ടോ കാഴ്ച കാണുമ്പോൾ. അങ്ങനെ ശരണ്യയുടെ മുൻ ഭർത്താവിനെ കാണുമ്പോൾ വിക്രത്തിൻ്റെ മുഖമൊക്കെ ആകെ മാറുവാണ്. അങ്ങനെ ശരണ്യനെ കല്യാണി പ്രതിക്കൂട്ടിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ശരണ്യ എന്നാണ്. ഈ ഇരിക്കുന്നതിൻ്റെ മുൻ ഭർത്താവാണ് മനോജ്. അപ്പോൾ ഇപ്പോഴത്തെ ഭർത്താവോ, ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചേക്കുന്നത് ആരെയാണ്? ഇപ്പം ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത് ഈ വിക്രത്തിനെയാണ്. ആ കല്യാണം കഴിക്കേണ്ട സാഹചര്യമാണ് യുവർ ഓണർ ഞാൻ പറയാൻ വന്നത്. 2024 ജനുവരി 16 എൻ്റെയും മനോജേട്ടൻ്റെ വിവാഹം കഴിഞ്ഞത്. ഞങ്ങളുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാരും സപ്പോർട്ടില്ലാത്തൊരു വിവാഹം. ഞങ്ങൾ പക്ഷേ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. ആ ഒരു ദിവസം രാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് 3 ചെറുപ്പക്കാർ മോഷണത്തിന് വേണ്ടി വന്നു. അപ്പോഴേക്കും കല്യാണി ബാക്കി പറയുകയാണ്. അതെ, 3 ചെറുപ്പക്കാർ മോഷണത്തിന് വന്നു. അവർ മോഷ്ടിക്കുന്ന സമയത്ത് 2 പേര് ഇതുപോലെ തന്നെ ഓടിപ്പോയി. ഇതേ സമാനതകളുള്ള കേസ് തന്നെയാണ് യുവർ ഓണർ അത്. അന്ന് ആ ഒരു ചെറുപ്പക്കാരനെ മാത്രമാണ് ശരണ്യ പിടികൂടിയത്. ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഇതുപോലൊരു ആയുധം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അയാൾ ഈ മനോജ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ തല്ലുമായിരുന്നു. അതിനുശേഷം ശരണ്യക്കാണെങ്കിൽ അത്യാവശ്യം കളരിപ്പയറ്റും അതുപോലെ തന്നെ ഗുസ്തിയും കരാട്ടയൊക്കെ അറിയാവുന്നത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരുപാട് അടിച്ചു. തൻ്റെ ഭർത്താവിനെ ദ്രോഹിച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ശരണ്യ ചെറുപ്പക്കാരൻ്റെ മുഖം മൂടി വലിച്ചൂരി. അന്ന് ആ വെളിച്ചത്തിൽ അവൾ കണ്ടു അത് വിക്രമാദിത്യനാണെന്ന് പറയുമ്പോഴേക്കും വിക്രം ആകെ ഞെട്ടിപ്പോവാട്ടോ. വിക്രത്തിന് ആദ്യം തന്നെ മനസ്സിലായി വിക്രമാണെന്നും. പ്രകാശനാകെ ഞെട്ടിപ്പോവാണ്. ആ സമയത്ത് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുവാണ്. ആ സമയത്ത് ശരണ്യ പറഞ്ഞിട്ട് അതേ യുവർ ഓണർ, എൻ്റെ ഭർത്താവിനെ പരിക്കേൽപ്പിച്ചിട്ട് അന്ന് കളഞ്ഞത് ഈ വിക്രമാണ് എന്ന് പറയുവാണ്. എൻ്റെ ഭർത്താവിനെ ഇപ്പം അരക്ക് താഴെ ഇതായിരിക്കുവാണ്, തളർന്നിരിക്കുവാണെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതെ, ഈ മനോജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ അരക്ക് താഴെ തളർന്നിരിക്കുകയാണ് യുവർ ഓണർ. മനോജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ശരണ്യ 2ാമത് വിവാഹം കഴിച്ചത്. അത് വിക്രത്തിന് തന്നെ. അത് വേറൊന്നുമല്ല, അയാൾ ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയല്ല. അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അയാൾ അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ശരണ്യ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഈ കക്ഷി വിക്രമത്തിന് വിവാഹം കഴിച്ചത് എന്ന് പറയുമ്പോൾ വിക്രം ആകെ ഞെട്ടിപ്പോവാണ്. അപ്പം തന്നെ പ്രകാശിൻ്റെ സമനിലേക്ക് ആകെ തെറ്റുവാട്ടോ. പ്രകാശിനാണെങ്കിൽ വിക്രത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുവാണ്. പക്ഷേ പ്രകാശിനെ പിടിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് വിക്രത്തിൻ്റെ വക്കീൽ പറയുന്നുണ്ട് യുവർ ഓണർ, ഇതൊരു കാര്യമില്ലാത്തൊരു കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേസ് കോടതിയിൽ വന്നിട്ട് പോലുമില്ല, പിന്നെ എന്തിനാ ഈ കേസും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജഡ്ജി പറയണ്ടേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു സമയം തരാം, ഇപ്പം ഇവരുടെ സമയമാണ്, ഇവർ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട അതേ യുവർ ഓണർ, അന്ന് വിക്രം തന്നെയാണ് ഇവയുടെ ഭർത്താവിനെ മനോജിനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. ആ വിക്രം തന്നെയാണ് സോണിയുടെ ഭർത്താവ് ആൽബർട്ടിനെയും തലക്കടിയേൽപ്പിച്ചത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഭാഗത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.